കേണൽ സോഫിയ ഖുറൈഷിക്കെതിരായ വിവാദ പരാമർശത്തിലെ കേസിൽ മധ്യപ്രദേശ് മന്ത്രി കുൻവർ വിജയ് ഷായ്ക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നയാൾ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, പറയൂ, വലിയ വിമർശനമാണ് ഇയാൾക്കെതിരെ ഉണ്ടായത്. അത് എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നതിനെ തുടർന്നത് അദ്ദേഹം തിരുത്തുകയും ചെയ്തെങ്കിലും അത് അങ്ങനെ തിരുത്തപ്പെടേണ്ട അത്രയും നിസ്സാര കാര്യമല്ല. അപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ അതിരൂക്ഷമായ വിമർശനം ഉണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും സ്മിത, അതായത് സുപ്രീം കോടതി ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടിയാണ് പരിശോധിച്ചത്. കാരണം ഇത്തരമൊരു സാഹചര്യത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട, അതായത് ഭരണഘടനാ സ്ഥാനത്ത് ഇരിക്കുന്നവർ ഉത്തരവാദിത്തോടു കൂടി പെരുമാറണം എന്നാണ് ഇതിൽ ആദ്യമായി നിരീക്ഷിച്ചത്. അതിൽ ഈ സോഫിയ ഖുറൈഷിക്കെതിരായ പരാമർശത്തിൽ മധ്യപ്രദേശ് ഹൈക്കോടതി അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ എടുക്കാൻ നിർദ്ദേശിക്കുകയും കേസ് എടുക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് വിജയ് ഷാ സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ ഘട്ടത്തിൽ വിജയ് ഷാ വാദിച്ചത് ഈ മാധ്യമങ്ങളാണ് ഇത് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു വിഷയം ഉണ്ടാക്കിയത് എന്നായിരുന്നു. പക്ഷേ സുപ്രീം കോടതി അതിൽ വ്യക്തമാക്കിയൊരു കാര്യം, നിങ്ങൾ ഇത് വീണ്ടും വീണ്ടും ഇത്തരം വാദങ്ങളിലൂടെ ഈ ഒരു പരാമർശം നടത്തിയതിനെ ന്യായീകരിക്കുകയാണോ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. അത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണ്. ഇത്തരം ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ ഉത്തരവാദിത്തോടു കൂടി പെരുമാറണം എന്നായിരുന്നു സുപ്രീം കോടതി നിരീക്ഷിച്ചത്. എന്തായാലും അടിയന്തരമായി ഒരു ഇടപെടൽ ഇതിലുണ്ടായില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്തായാലും അതിലൊരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മറിച്ച് കേസ് നാളെ പരിഗണിക്കാം എന്നാണ് അറിയിച്ചത്. ആ ഘട്ടത്തിൽ വിജയ് ഷാ പറഞ്ഞത്, ഇന്ന് ഇതേ ഹർജി ഇത് തൻ്റെ കേസ് മധ്യപ്രദേശിലെ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു, നാളെ ഹർജി പരിഗണിക്കുന്ന കാര്യം ഹൈക്കോടതിയെ അറിയിക്കുക എന്ന് മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞത്. എന്നാൽ ഇന്ന് ഈ എഫ്ഐആർ മധ്യപ്രദേശ് ഹൈക്കോടതി ഇദ്ദേഹത്തിനെതിരെ എടുത്ത എഫ്ഐആർ പരിശോധിക്കുകയുണ്ടായി. ആ പരിശോധിച്ച ഘട്ടത്തിൽ മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞത് ഈ എഫ്ഐആറിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ട് എന്നതാണ്. അതിൽ മധ്യപ്രദേശ് സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഈ മന്ത്രി നടത്തിയ കുറ്റകൃത്യം എന്ത് എന്നത് ഈ എഫ്ഐആറിൽ വിശദീകരിച്ചിട്ടില്ല. മാത്രമല്ല, റദ്ദാക്കാൻ കഴിയുന്ന തരത്തിൽ, അതായത് മേൽക്കോടതിയിൽ പോയാൽ റദ്ദാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നതെന്നും മധ്യപ്രദേശ് ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി. പോലീസിൽ നിന്ന് നീതിപൂർവമായ ഒരു അന്വേഷണം എന്ന ഒരു ആത്മവിശ്വാസം തങ്ങൾക്കില്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിജയ് ഷാക്കെതിരായ അന്വേഷണം നിരീക്ഷിക്കും എന്നുകൂടി ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് സ്മിത. മധ്യപ്രദേശ് മന്ത്രി കുൻവർ വിജയ് ഷായ്ക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നയാൾ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹർജി നാളെയാണ് സുപ്രീം കോടതി പരിഗണിക്കുക. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.